നമസ്കാരം. മോദിയുടെ തെക്കൻ ദൗത്യം സ്പെഷ്യൽ ഷോയിലേക്ക് സ്വാഗതം. പുതിയ വർഷത്തിൽ രണ്ടാം തവണയാണ് മോദി വീണ്ടും കേരള സന്ദർശനം നടത്താൻ പോകുന്നത്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി തുടർച്ചയായി കേരളത്തിലെത്തുന്നത്? കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും സമാനമായ രീതിയിലേക്ക് സന്ദർശനം നടത്തുന്നുണ്ട്. കേരളവും തമിഴ്നാടും ആന്ധ്രയും തെലുങ്കാനയും എല്ലാം അടങ്ങുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും ഒരു വലിയ പ്ലാനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതും തുടർച്ചയായി നടപ്പാക്കാൻ ശ്രമിക്കുന്നതും. ദക്ഷിണേന്ത്യയിലേക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കടന്നു കയറുക, ദക്ഷിണേന്ത്യയിൽ സീറ്റ് വിഹിതം വർദ്ധിപ്പിക്കുക. ഈ ലക്ഷ്യത്തിൽ കൂടിയാണ് സ്വകാര്യ ചടങ്ങിനായാലും പൊതുപരിപാടിക്കായാലും പാർട്ടി പരിപാടിക്കായാലും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. തുടർച്ചയായ രണ്ടാം ആഴ്ചകളിൽ അല്ലേ? തുടർച്ചയായ ആഴ്ചകളിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് 2 ആഴ്ചക്കുള്ളിൽ 2 തവണ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ്. ഇനിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2-3 മാസത്തിനിടയിൽ ഇനിയും പലതവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്താൻ സാധ്യത കൂടിയുണ്ട്. അതെ, എന്തായാലും പ്രധാനമന്ത്രിയുടെ തെക്കൻ സന്ദർശന രാഷ്ട്രീയം എന്താണ്? അതാണ് ഇന്നത്തെ ഈ സ്പെഷ്യൽ ഡിബേറ്റ് പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഈ രാഷ്ട്രീയം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കും? ഒരു കാലത്തും BJPക്ക് വഴങ്ങാതിരുന്ന സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം ഇത്തവണ മാറി ചിന്തിക്കുമോ? ഇതിന് BJPയുടെ ഇപ്പോഴത്തെ തന്ത്രങ്ങൾ അതിന് ഉതകുമോ? ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തി നടത്തുന്ന രാഷ്ട്രീയം എങ്ങനെ ഫലം ചെയ്യും? എന്തായാലും BJP ചില കാര്യങ്ങൾ ഉറപ്പിച്ചിട്ടാണ്. ഇത് എങ്ങനെ ഈ സംസ്ഥാനങ്ങളിൽ പ്രതിഫലിക്കുമെന്നതാണ് നമുക്ക് വരും ദിവസങ്ങളിലും അറിയേണ്ടത്. നാളെ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുകയാണ്. 2 ദിവസത്തെ സന്ദർശന പരിപാടികളാണ് അദ്ദേഹത്തിനുള്ളത്. ആ പശ്ചാത്തലത്തിലാണ് ഈ രാഷ്ട്രീയം എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സജിത്ത്, ആദ്യം തന്നെ എന്തുകൊണ്ടാണ് BJP ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്? അതാണ് പരിശോധിക്കേണ്ടത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം നേടി. ഇത്തവണ BJPയുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് 350 കടത്തുക സീറ്റുകളുടെ എണ്ണത്തിനകത്ത്. അതോടൊപ്പം തന്നെ 55% വോട്ട് ഷെയർ. ഈ മോദിക്ക് ഗ്യാരണ്ടിയൊക്കെ അംഗീകരിച്ച 2023 ഡിസംബർ 23-24 തീയതികളിൽ ഡൽഹിയിൽ ചേർന്ന ഭാരവാഹി യോഗത്തിലാണ് അത്തരം ഒരു തീരുമാനമെടുക്കുകയും ദക്ഷിണേന്ത്യയിലേക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച 130 ദക്ഷിണേന്ത്യയിലെ ലോക്സഭാ സീറ്റുകൾ, ആ 130 ലോക്സഭാ സീറ്റുകളിൽ ആകെ 29 ഇടത്ത് മാത്രമേ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇത്രത്തോളം പ്രകടനത്തിൽ ഒരു മോശം അവസ്ഥ BJPക്കില്ല. ആ കണക്കുകൾ കൂടി എനിക്ക് തോന്നുന്നു സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കുറെ കൂടി വ്യക്തമായി തന്നെ ഓരോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലും കേരളത്തിൽ എത്ര, തമിഴ്നാട്ടിൽ എത്ര, ആന്ധ്രയിലും കർണാടകയിലും തെലങ്കാനയിലും എത്രയാണ് എന്നതുകൂടി കൃത്യമായി അറിയാൻ കഴിയും. കൃത്യമാണ്. ദക്ഷിണേന്ത്യയുടെ ചിത്രം 130 സീറ്റുകളാണ് ആകെ ദക്ഷിണേന്ത്യയിലുള്ളത്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം, തെലങ്കാന, പുതുച്ചേരി അടങ്ങിയ സംസ്ഥാനങ്ങളുടെ ചിത്രമാണിത്. ഇതിൽ കിരൺ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കേരളം, തമിഴ്നാട്, ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങളിലേക്കും ഇതുവരെയും കടന്നു കയറാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. കന്യാകുമാരിയിൽ BJPക്ക് ഒരു അവസരം കിട്ടിയതാണ്. അതിനപ്പുറത്തേക്ക് ഈ 3 സംസ്ഥാനങ്ങളിലും ഇതുവരെ സാന്നിധ്യമായിട്ടില്ല. അതുതന്നെയാണ് സൈത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 5 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു വിഷയം, ഉത്തരേന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയും കിഴക്കൻ ഇന്ത്യയും ഒക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയ ഭൂമിയിൽ പൂർണ്ണമായും BJPയുടെ വലിയ ആധിപത്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന രാജസ്ഥാൻ പോയി, മധ്യപ്രദേശ് പോയി, എന്തിന് ഛത്തീസ്ഗഡ് അടക്കം കോൺഗ്രസ് വിജയം ഉറപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഉറപ്പിച്ചിരുന്ന സംസ്ഥാനമാണ്. അതടക്കം നഷ്ടപ്പെട്ടതോടുകൂടി ഉത്തരേന്ത്യയിൽ പൂർണ്ണമായും BJPയുടെ സമ്പൂർണ്ണ ആധിപത്യം, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളടക്കം ഒരു കാലത്തും BJP കടന്നു ചെല്ലാനൊക്കെ വലിയ പ്രയാസമുണ്ടായിരുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം BJPയുടെ വലിയ മുന്നേറ്റമുണ്ടായി. ഇനി BJPയുടെ മുന്നിൽ ബാലികേല മരയായി നിൽക്കുന്നത് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതായത് ഒരുപക്ഷെ രാജ്യത്ത് വീണ്ടും ഭരണത്തിലെത്തിയാൽ പോലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിജയിക്കാനായില്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. സ്വാഭാവികമാണ്. അങ്ങനെ ഒരു ദേശത്തിന് മാത്രമായി അവർക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. 130-ൽ 29 എന്ന് പറഞ്ഞാൽ 29 സൈത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. 29 കർണാടകയിൽ നിന്നാണ്, 28-ൽ 25-ഉം. ബാക്കി 4 സീറ്റുകൾ തെലങ്കാനയിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് BJPയുടെ അക്കൗണ്ടിലേക്ക് 0ആണ്, തമിഴ്നാട്ടിൽ നിന്ന് BJPയുടെ അക്കൗണ്ടിലേക്ക് 0ആണ്, ആന്ധ്രാപ്രദേശിൽ നിന്നും BJPയുടെ അക്കൗണ്ടിലേക്ക് 0ആണ്, പുതുച്ചേരിയിൽ ആകെ ഒരു സീറ്റ്, അത് കണക്കൂട്ടേണ്ടതില്ല, എന്നാൽ പോലും അതും 0ആണ്. അങ്ങനെ ആകെ 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ് 29. അത് കർണാടകയിലെ ഒരു വലിയ പ്രകടനം. ഏത് കർണാടകയിൽ ഒരു തരത്തിലും ചില ആവർത്തിക്കാൻ പോലും പ്രയാസമൊക്കെ ഉള്ള ഒരു വലിയ പ്രകടനത്തിൽ നിൽക്കുമ്പോഴാണ് കർണാടകയിൽ 28-ൽ 25 സീറ്റ് നേടിക്കൊണ്ട് BJP വലിയ നേട്ടമുണ്ടാക്കുകയും 29 എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ
സംസ്ഥാനങ്ങളെല്ലാം BJP-യുടെ പ്രകടനം അമ്പേ താഴെയോ അല്ലെങ്കിൽ ദയനീയമോ ഒക്കെയാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് BJP വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഉത്തരേന്ത്യയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദക്ഷിണേന്ത്യയിൽ ശക്തി കുറഞ്ഞ മേഖലയിൽ തുടങ്ങി വെക്കുന്നു എന്ന അത് കൃത്യമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ സന്ദർശനത്തിൽ അതൊരു വ്യക്തിപരമായ പരിപാടികളോ ലക്ഷ്യങ്ങളോ അല്ല. പ്രധാനമന്ത്രി എത്തുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് നിറവേറ്റുക കൂടി ഈ ദൗത്യത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ട് അല്ലേ? സൈത്ത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. BJP-യെ സംബന്ധിച്ച് അവർക്കൊരു വലിയ ആത്മവിശ്വാസമുണ്ട്. വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്താം എന്നൊരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ ഉത്തരേന്ത്യയുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല ദക്ഷിണേന്ത്യയിലുള്ളത്. ഈ ശ്രീരാമ ജന്മഭൂമി വിഷയമോ അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രമോ കൊണ്ട് മാത്രം അല്ലെങ്കിൽ BJP-യുടെ ഒരു ഹിന്ദുത്വ അജണ്ട കൊണ്ട് മാത്രം ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു കയറാൻ കഴിയില്ല. അവിടെ ദക്ഷിണേന്ത്യയിലേക്ക് എങ്ങനെയാണ് കടന്നു കയറേണ്ടത് അതിന് വളരെ മുൻകൂട്ടി തന്നെ ഒരു പദ്ധതി BJP തയ്യാറാക്കുകയും ആ പദ്ധതിയിലേക്ക് വരുമ്പോഴാണ് ഈ തുടർച്ചയായ രണ്ടാം തവണത്തെ സന്ദർശനത്തിൽ ആദ്യ തവണ വന്നു പോയത് തൃശ്ശൂരാണ്, രണ്ടാം തവണയും വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. കൊച്ചിയുടെ ഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും മധ്യ കേരളത്തിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യുക എന്നൊരു ദൗത്യം തീർച്ചയായും പ്രധാനമന്ത്രിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. സത്യം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ BJP A ക്ലാസ് മണ്ഡലങ്ങൾ 6 മണ്ഡലങ്ങൾ തിരിച്ചത് ഈ ഇലക്ഷനൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പാണ്. കോൺഗ്രസോ CPM സാധാരണഗതിയിൽ CPM എടുത്ത പാർട്ടികളൊക്കെ വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നതാണ്. അതിനു മുമ്പ് തന്നെ 6 മണ്ഡലങ്ങൾ കണ്ടെത്തി. അതിനകത്ത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശ്ശൂർ, പാലക്കാട്, ഇങ്ങനെ 6 മണ്ഡലങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ. ഇതാണ് A ക്ലാസ് മണ്ഡലങ്ങൾ. ഈ A ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വേണം പ്രധാനമായും പ്രവർത്തിക്കേണ്ടത്. കേരളത്തെ സംബന്ധിച്ച് വലിയ സീറ്റ് എണ്ണമൊന്നുമല്ല. കേരളത്തിലെ ഏത് വിധേയനെയും ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് BJP-യെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അവിടെയാണ് ഇങ്ങനെ 6 മണ്ഡലങ്ങൾ. എനിക്ക് തോന്നുന്നു ആകെ ഒരു മാവേലിക്കര മാത്രമാണ് വോട്ടിന്റെ കണക്കിലൊക്കെ ഇതിൽ മാറി നിൽക്കുന്നത്. ഇതിൽ മാവേലിക്കര എങ്ങനെ A ക്ലാസ് മണ്ഡലമായെന്ന ചോദ്യം പ്രസക്തമാവും. കാരണം BJP-ക്ക് അങ്ങനെ സാന്നിധ്യമായി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഇടമല്ല. എങ്ങനെയാണ് കിരൺ ഈ മാവേലിക്കര A ക്ലാസ് ആവുന്നത്? എനിക്ക് തോന്നുന്നു അതിനകത്ത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും BJP-യെ സംബന്ധിച്ച് A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവർത്തനം കോൺസെൻട്രേറ്റ് ചെയ്യുക, അവിടേക്ക് കൂടുതൽ പണം നൽകുക, കൂടുതൽ പണം വിനിയോഗിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുക. മാവേലിക്കരയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയതാണ് ആലപ്പുഴയായാലും കണ്ണൂരായാലും കാസർഗോഡ് എല്ലാം മാവേലിക്കരയേക്കാൾ വോട്ട് കിട്ടിയ മണ്ഡലങ്ങളാണ്. പക്ഷേ മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിക്കുന്നത് BDJS ആണ്. BDJS-ന്റെ ഒരു മണ്ഡലമാണ്. അത് ഒരു സംവരണ മണ്ഡലം കൂടിയാണ്. BJP 6 മണ്ഡലങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിൽ സംവരണ മണ്ഡലം ഇല്ല എന്ന് പറയുന്നാൽ അത് ജയിക്കുകയോ ജയിക്കില്ലയോ എന്നുള്ളത് A ക്ലാസ് പരിധിയിൽ വരുന്നില്ല എന്ന് പറയുന്നത് മോശമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് BDJS-ന് കൊടുക്കുന്നതാണ്. BDJS-ന് കൊടുക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു A ക്ലാസ് മണ്ഡലം പോലും BDJS പ്രധാന മണ്ഡലവും ഞങ്ങളുടെ ഘടകകക്ഷിക്ക് കൊടുത്തു എന്നുള്ള അത് കൊടുത്തതിന്റെ പ്രധാന മണ്ഡലം എന്നുള്ളതല്ല, അവിടേക്ക് കൂടുതൽ പണം പമ്പ് ചെയ്യുന്ന ഒരു മണ്ഡലം കൂടി, പ്രചരണത്തിന് വേണ്ടിയാലും മുൻകൂട്ടിയുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാലും കൂടുതൽ പണം പമ്പ് ചെയ്യുന്ന ഒരു മണ്ഡലം കൂടി ഘടകകക്ഷി കൊടുക്കുന്നു. ഘടകകക്ഷിയെ കൂടി പരിഗണിച്ചു എന്നൊരു തോന്നൽ ഘടകകക്ഷിക്കും ഉണ്ടാവും. കിരൺ, നമുക്ക് ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ അത് ലോക്സഭയായാലും നിയമസഭയായാലും ഈ ത്രികോണ മത്സരമെന്ന് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന പോലെ അങ്ങനെ പറയാൻ കാര്യമായ ഇടങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. കേരളത്തിൽ ത്രികോണ പോരാട്ടം എല്ലാ അർത്ഥത്തിലും നടന്നു വെക്കുന്നത് എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലമാണ്. അവിടെയാണ് തിരുവനന്തപുരത്താണ് ഈ BJP-യുടെ രൂപീകരണ കാലം മുമ്പ് തന്നെ ഹിന്ദു മണ്ഡലം സ്ഥാനാർത്ഥി പോലും നിശ്ചയ ശതമാനം വോട്ട് പിടിച്ച ഒരു ഇടമാണ്. അവിടെ തിരുവനന്തപുരം എപ്പോഴും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ BJP അവിടെ ശ്രമിച്ചിരുന്നു. തങ്ങളുടെ VIP കാൻഡിഡേറ്റ് ആരോ അയാൾ തന്നെ അവിടെ മത്സരിക്കും എന്നതായിരുന്നു വാശി. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകം പരിശോധിക്കേണ്ടത് തിരുവനന്തപുരത്തിനേക്കാൾ പ്രാധാന്യം തൃശ്ശൂരിലേക്ക് മാറിയെന്നത്. അതെ, ഇതുവരെയും BJP-യെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒരു കുറേയേറെ തെരഞ്ഞെടുപ്പുകൾ 4-5 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP-ക്ക് പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. കഴിഞ്ഞ തവണ 99,000 ഏകദേശം 1 ലക്ഷം വോട്ടിനാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ വിജയിക്കുന്നത്. ശശി തരൂർ അങ്ങനെ വിജയിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP സ്ഥാനാർത്ഥിയാണ്. കുമ്മനം രാജശേഖരനാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത്. 3-ാം സ്ഥാനത്തേക്കാണ് ഇടതുമുന്നണിയുടെ C ദിവാകരൻ പിന്നിൽ പോകുന്നത്. അതിന് 2014 അതിനേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് BJP ഏകദേശം 20,000-ൽ താഴെ 16,000 ഇഷ്ടം വോട്ടിന് മാത്രമാണ് BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പെട്ടു വന്നത്. അവിടെ അന്ന് ഉണ്ടായിരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഒഴികെ 4ഇടത്തും വിജയിച്ചത് അല്ലെങ്കിൽ 4ഇടത്തും 1-ാം സ്ഥാനത്ത് നിന്നത് BJP ആയിരുന്നു. BJP സ്ഥാനാർത്ഥി O രാജഗോപാലിനായിരുന്നു. സിറ്റി മണ്ഡലങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരമായാലും വട്ടിയൂർക്കാവായാലും കഴക്കൂട്ടമായാലും എല്ലാം മുന്നിൽ നിന്നത് BJP ആയിരുന്നു. തീരദേശ മണ്ഡലങ്ങൾ 3 നിയമം മുന്നിൽ നിന്നത് BJP ആയിരുന്നു. കോവളം, പാറശാലയും അടക്കമുള്ള മണ്ഡലങ്ങൾ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിന് തരൂരിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വിജയത്തിലേക്കും ഒക്കെ കഴിഞ്ഞത്.
കഴിഞ്ഞത്. അതെ കിരൺ, ഇവിടെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കടക്കം ഉയരുന്ന ഒരു കൗതുകം ഉയർത്തുന്ന ഒരു ചോദ്യം ഉണ്ടാകും. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ഇത്തവണ വിട്ടത്? ഒരുപക്ഷെ സുരേഷ് ഗോപിയാണ് തങ്ങളുടെ എ ക്ലാസ് ഏറ്റവും ഉയർത്തിക്കാട്ടുന്ന പ്രധാന സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് പരീക്ഷിച്ചില്ല എന്ന ചോദ്യത്തിന് കൂടി നമുക്കിവിടെ ഉത്തരം നൽകേണ്ടി വരും. എന്തുകൊണ്ടാണ് തൃശ്ശൂരിന് ഇത്ര പ്രത്യേകത? എനിക്ക് തോന്നുന്നു സഹിത്തെ തൃശ്ശൂരിന്റെ മറ്റ് സഭകളുമായി ബന്ധപ്പെട്ട ഇതിന് അപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എത്രയോ വർഷങ്ങളായി പലതവണ മത്സരിച്ചാണ്. നമ്മൾ ആ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒ രാജഗോപാൽ മാറി അതിനുശേഷം പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വന്ന പി.കെ. വാസുദേവൻ നായർ മരിച്ച ഘട്ടത്തിൽ 2004 പി.കെ. വാസുദേവൻ നായർ മത്സരിക്കുന്നു. അന്ന് ഒ രാജഗോപാൽ നിൽക്കുന്നു. ഒ രാജഗോപാലിന് 2 ലക്ഷത്തിന് മേളിൽ വോട്ട് കിട്ടുന്നു. അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ അവിടെ C.K. പത്മനാഭനാണ് വരുന്നത്. C.K. പത്മനാഭൻ മത്സരിക്കുമ്പോഴേക്ക് ഒ രാജഗോപാലിന് കിട്ടിയതിനേക്കാൾ ഏകദേശം 1.5 ലക്ഷത്തിൽ താഴെ വോട്ടിലേക്കാണ്. അപ്പോൾ അത് തിരുവനന്തപുരത്തെ വോട്ട് BJP വോട്ട് എന്നതിനപ്പുറത്തേക്ക് അത് ഒ രാജഗോപാലിന് കിട്ടിയ വോട്ട് കൂടിയാണ്. അല്ലെങ്കിൽ ഒ രാജഗോപാലോ കുമ്മനം രാജശേഖരനെ പോലെയുള്ള ഒരു പരിധിവരെങ്കിലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് കുമ്മനത്തിന് മാത്രമാണ്, മറ്റ് BJP നേതാക്കൾക്കാർക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനത്തെ ഒരു ആ തരത്തിൽ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഒരു നേതാവിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാവുന്ന തിരുവനന്തപുരത്ത് ഒരു മത്സരത്തിലേക്ക് പിന്നെ ശശി തരൂർ പോലെ ഇടതുമുന്നണി പോലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കരുതുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഇദ്ദേഹം തോക്കരുതെന്ന് അവരും കൂടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ചിലപ്പോൾ ഒരു പക്ഷേ പറഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്യേണ്ട ആളുകൾ കൂടി തരൂരിനെ പോലെ ഒരാൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലം. ഞാൻ 2 ഘടകം കൂടി എനിക്ക് കിരൺ തോന്നുന്നു. ഒന്ന്, ഒരു പക്ഷേ BJPക്ക് നിശ്ചിത ശതമാനം വോട്ട് തിരുവനന്തപുരത്ത് കിട്ടുമായിരിക്കും, പക്ഷേ അത് വിജയിച്ച് കയറാൻ കഴിയുന്ന വോട്ടല്ല. ഒന്ന്. മറ്റൊന്ന്, തീരദേശ മണ്ഡലങ്ങളുടെ തീരദേശ വോട്ടുകളുടെ സ്വാധീനം. ഒരു പക്ഷേ BJPക്ക് എനിക്ക് തോന്നുന്നില്ല സമീപകാലത്തൊന്നും അത്ര കണ്ട് തീരദേശ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ക്രിസ്തീയ വിഭാഗമാണ്, പക്ഷേ എന്നിരുന്നാൽ കൂടിയും അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് പ്രത്യേകിച്ച് അവിടെ ശശി തരൂരിന്റെ വലിയ സ്വാധീനമാണ് ഒരു ഘടകം. 2, BJPയുടെ പരമ്പരാഗത വോട്ടിംഗ് തന്ത്രങ്ങളോ അല്ലെങ്കിൽ പ്രചരണ രീതികൾക്കോ ഒന്നും കടന്നു കയറാൻ കഴിയാത്ത ഒരു ഇടമായി തീരദേശം ഇപ്പോഴും മാറി നിൽക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് നിർണായകമാണ്. അത് സഹിതം നമുക്ക് ആ സഭകളിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത് സിറോ മലബാർ സഭയുടെ ആധിപത്യമുള്ള സ്ഥലമാണ് തൃശ്ശൂർ അല്ലെങ്കിൽ മധ്യ കേരളവും ഒക്കെ വരുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ മണ്ഡലങ്ങളെല്ലാം എന്ന് പറയുന്നത് ലത്തീൻ സഭയുടെ ആധിപത്യമുള്ള സ്ഥലങ്ങളാണ്. ലത്തീൻ സഭയുടെ വോട്ട് ഇനി ലത്തീൻ സഭ തലവന്മാർ തന്നെ തിരിഞ്ഞാൽ പോലും ആ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ അവർക്കൊരു രാഷ്ട്രീയ ബോധവും ഒക്കെ ഉണ്ട്. അവരുടെ വോട്ട് എത്രത്തോളം BJPക്ക് ശേഖരിക്കാൻ കഴിയുമെന്നതിൽ കടുത്ത തരത്തിലുള്ള ആശങ്ക BJPക്കുണ്ട്. അവർക്ക് ആ യാഥാർത്ഥ്യം എനിക്ക് തോന്നുന്നു സൈത്ത് പറഞ്ഞതുപോലെ BJPക്ക് പിടിക്കാൻ കഴിയുന്ന വോട്ടിന് തിരുവനന്തപുരത്ത് ഒരു പരിധിയുണ്ട്. ആ വോട്ട് കൊണ്ട് തിരുവനന്തപുരത്ത് ജയിക്കാൻ കഴിയില്ല എന്നൊരു തോന്നലിലേക്ക് അവർ സ്വാഭാവികമായും എത്തിയത്. പക്ഷേ തിരുവനന്തപുരത്ത് അവർക്ക് A ക്ലാസ് മണ്ഡലം മാറ്റി നിർത്താൻ കഴിയില്ല. ഇനി നമുക്ക് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതകൾ അങ്ങനെ തന്നെ. പക്ഷേ തൃശ്ശൂരേക്ക് വരുമ്പോൾ എന്താണ് തൃശ്ശൂരിന് എത്ര പ്രത്യേകത എന്ന ചോദ്യമുണ്ട്. കാരണം പത്തനംതിട്ട പോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു മണ്ഡലം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ മണ്ഡലവും വിട്ട് തൃശ്ശൂരേക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്താ എന്ന പ്രസക്തിയാണ്. കിരൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അത് ക്രൈസ്തവ സഭയുടെ വലിയ സ്വാധീനം, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ശക്തി കേന്ദ്രമായ ഇടമാണ്. അവിടെ കൃത്യമായ വോട്ടിംഗ് ശതമാനമുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ചതാണ്. സുരേഷ് ഗോപിക്ക് സംസ്ഥാനത്തുണ്ടാകുന്ന വലിയൊരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ വിജയപ്രതീക്ഷ BJP പുലർത്തുന്നുണ്ടാവാം. അത് ഏറ്റവും പ്രധാനമാണ് സൈത്ത്. ഈ 6 മണ്ഡലങ്ങളിൽ 2 മാത്രമാണ് എടുത്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രി ആകെ സൂചനയായി നൽകിയത് ഒപ്പം ഉള്ള അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തുറന്ന ജീപ്പിൽ ഒപ്പം ഉണ്ടായിരുന്നത് ഒന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സ്വാഭാവികമായും സംസ്ഥാന അധ്യക്ഷനെ ആ പരിപാടിയിൽ ഉൾപ്പെടുത്തണം. അന്ന് മഹിളാ മോർച്ചയുടെ പരിപാടിക്ക് വേണ്ടി വന്നത്. മഹിളാ മോർച്ചയുടെ അധ്യക്ഷയും ഉണ്ടായിരുന്നു. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മാനദണ്ഡമില്ലാതെ ഒരാൾ ആ ജീപ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് സുരേഷ് ഗോപി മാത്രമായിരുന്നു. അത് ആ ഒരു സമ്മേളനത്തിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും എല്ലാം അവിടെ വളരെ കൃത്യമായ ഒരു സന്ദേശമാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ആ തരത്തിലേക്കൊക്കെ നേരിട്ട് പറയാതെ സന്ദേശങ്ങൾ കൊടുക്കാൻ ഉള്ള പ്രാപ്തിയും ശേഷിയും ഒക്കെ ഉള്ള ആളാണ്. ആ തരത്തിലേക്ക് അങ്ങനെ ഒരാളെ പുറകിൽ നിർത്തുന്നുവെങ്കിൽ, തൃശ്ശൂരിൽ നിർത്തുമെങ്കിൽ ഈ പരിപാടി തന്നെ തൃശ്ശൂരിൽ വെച്ച് നടത്തണം. മറ്റു പല സ്ഥലങ്ങളിൽ വെച്ച്, കേരളത്തിന്റെ മധ്യം ഒന്നുമല്ല പൂർണ്ണമായും തൃശ്ശൂരിൽ വെച്ച് പരിപാടി നടത്തുന്നു. അവിടെ പ്രധാനമന്ത്രി വരുന്നു. എന്തായാലും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഈ ആഴ്ച വീണ്ടും വരുന്നു എന്നുള്ളത് പൊടുന്നതിനെ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചതും ഒന്നും ആവാൻ വഴിയില്ല. പുറത്തറിഞ്ഞത് അപ്പോഴാണെങ്കിൽ പോലും വളരെ നേരത്തെ തീരുമാനിച്ചത്. ഞാൻ ഒന്നുകൂടി കടന്ന് ചിന്തിച്ച് പറയാം. ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം പോലും ഗുരുവായൂരിൽ നിശ്ചയിച്ചത്, അവിടെ തന്നെ നടത്താൻ തീരുമാനിച്ചതിന് പിന്നിലും ഒരുപക്ഷെ
അദ്ദേഹം ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ടുണ്ടാവും. വളരെ സ്വാഭാവികമാണ് ചൈത്ര. അത് അങ്ങനെ അല്ലെങ്കിൽ കൊല്ലംകാരനാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ കൊല്ലമോ തിരുവനന്തപുരം ഒക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളായിരുന്നു ഇക്കാലം അത്രയും. അവിടെയൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ളത് ഇത് വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ്. കിരൺ, എൻ്റെ നമ്മൾ നിരീക്ഷിച്ച് വരുമ്പോൾ കാണുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇത്രയും സ്ട്രാറ്റജിക് മൂവ്മെൻറ്റിലൂടെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കം നടന്നിട്ടുണ്ടോ എന്നത് ഇതിനു മുമ്പ് സംശയമാണ്. കാരണം BJP ഞങ്ങൾക്ക് എല്ലായിടത്തും മത്സരിക്കുക എന്നല്ല, ലക്ഷ്യബോധമുള്ള ഒരിടത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് തൃശ്ശൂരിനെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ ആരാണ് സ്ഥാനാർത്ഥി എന്ന് കൃത്യമായി അവർ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക, അവിടേക്ക് മാത്രം പ്രധാനമന്ത്രിയെ കൊണ്ടുവരിക. ഇപ്പോൾ നമുക്ക് തൊട്ട് മുന്നിൽ കാണാൻ കഴിയുന്ന നാളെ വരാൻ പോകുന്ന സന്ദർശനവും അതിന് മുമ്പത്തെ ആഴ്ചയിൽ നടന്ന സന്ദർശനവും, അതിനു മുമ്പ് അദ്ദേഹം പങ്കെടുത്ത മറ്റൊരു പരിപാടിയും തൃശ്ശൂർ നടന്നു. അപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് BJPക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഈ ദൃശ്യങ്ങൾ തന്നെ നോക്കൂ. ഈ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രി വന്നു പോകുമ്പോൾ നേരത്തെ കിരൺ പരാമർശിച്ച കാര്യം തന്നെ, ആ പിന്നിൽ നിൽക്കുന്ന സുരേഷ് ഗോപി ഇനി ഇവിടെ മത്സരിക്കേണ്ട ആളാണ്, അതിനാൽ അദ്ദേഹത്തെ എൻ്റെ അടുത്ത ആളാണെന്ന് നരേന്ദ്രമോദിയെ കൊണ്ട് അങ്ങ് പറഞ്ഞു വെപ്പിച്ച് കൃത്യമായ രാഷ്ട്രീയം അല്ലേ? അത് തന്നെയാണ് സൈത്ത് ഏറ്റവും പ്രധാനം. ഇപ്പോൾ പുറമേക്ക് എനിക്ക് തോന്നുന്നു BJPയെ സംബന്ധിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും വളരെ മുൻകൂട്ടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തീരുമാനിക്കുകയും അത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന, അതിന് ഏത് മുദ്രാവാക്യം എവിടെ വേണമെന്നെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അത് അവരുടെ തെരഞ്ഞെടുപ്പ്, അവരുടെ വിജയങ്ങൾ, മുൻ വിജയങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ അറിയാം. ഇതിന് ഏറ്റവും അവസാനം കണ്ട ഈ രാജസ്ഥാനോ അല്ലെങ്കിൽ മധ്യപ്രദേശിനൊക്കെ പോലെ ഈ കോൺഗ്രസ് ഉറച്ചു വെച്ചിരുന്ന വോട്ടാണ്. ആ വോട്ട് ബാങ്കിലേക്കാണ് എങ്ങനെ കടന്നു കയറണമെന്ന് അവർ വളരെ മുൻകൂട്ടി തീരുമാനിച്ച് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ മാറ്റി നിർത്തുന്നു. നരേന്ദ്രമോദി മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നയിക്കുന്നു. സ്വാഭാവികയിൽ കോൺഗ്രസിലാണ് ഇങ്ങനെ ഒരു നേതാവിനെ മാറ്റി നിർത്തിയെങ്കിൽ ആ ആളുടെ കാലുവാരൽ കൊണ്ട് മാത്രം തന്നെ ആ സംസ്ഥാനം നഷ്ടപ്പെട്ടു പോകേണ്ടതാണ്. പക്ഷെ അതിനൊക്കെ ശേഷി ഉണ്ടായിരുന്ന നേതാക്കന്മാരെയാണ് ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ ഒരു നേതാവിനെ മധ്യപ്രദേശിൽ മാറ്റി നിർത്തുന്നു. രാജസ്ഥാനിലാണെങ്കിൽ വസുന്ധര രാജയെ പോലെ ഇടയ്ക്കൊക്കെ BJPയോട് ഇടഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആ രീതിയും സ്വഭാവം ഒക്കെ ഉള്ള വസുന്ധര രാജയെ മാറ്റി നിർത്തുന്നു. പലതവണ മുഖ്യമന്ത്രിയായ രമൺ സിംഗിനെ ഛത്തീസ്ഗഡിൽ മാറ്റി നിർത്തുന്നു. അവിടെയെല്ലാം വളരെ മുൻകൂട്ടി തീരുമാനിച്ചു. ഇവിടെ ഈ 6 A ക്ലാസ് മണ്ഡലങ്ങളാണ് ഉള്ളതെന്നൊക്കെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തോടൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് പറയുന്നത് നമ്മുടെ BJPയുടെ പ്രവർത്തനം കണ്ട് പുറത്തു നോക്കുന്ന ഒരാളിന് പറയാൻ കഴിയുന്നത് അവർ ഉള്ളിൽ തീരുമാനിച്ച A ക്ലാസ് മണ്ഡലം ചിലപ്പോൾ തൃശ്ശൂർ മാത്രമേ കാണൂ. ഈ പുറമേക്ക് മറ്റു നേതാക്കളോട് പറഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ ആകെ എനിക്ക് തോന്നുന്നു 2 സ്ഥാനാർത്ഥികളെ മാത്രമാണ് രണ്ടിടത്ത്, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ മുരളീധരൻ. ഈ 2 സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായി മുരളീധരൻ കേന്ദ്രമന്ത്രിയും ഒക്കെയാണ്. മുരളീധരനോട് ആ തരത്തിലുള്ള താല്പര്യവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കിരൺ, മുരളീധരനോട് താല്പര്യക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിലും കൂടുതൽ താല്പര്യം സുരേഷ് ഗോപിയുടെ എങ്ങനെ ഉണ്ടാവുന്നു എന്നൊരു സംശയം. ഒരിടത്തു നിന്നും തങ്ങളുടെ ആളെ വിജയിപ്പിക്കുക, അത് ആ ദൗത്യം പ്രധാനമന്ത്രി ഏറ്റെടുത്തു, ഏറ്റവും ഐക്കണായി നിൽക്കുന്ന നേതാവ് ആ ദൗത്യം ഏറ്റെടുത്തു എന്ന സ്വാഭാവിക ചിന്ത, അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ അതിനുമപ്പുറം സുരേഷ് ഗോപിയെ തന്നെ അതിൽ തിരഞ്ഞെടുക്കുക. ഈ സുരേഷ് ഗോപിയുടെ കേരളത്തിലെ പാർട്ടിയുമായി BJPയുമായുള്ള ബന്ധം തന്നെ പരിശോധിച്ചാൽ അത്ര സുദൃഢമായ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ദേശീയ നേതാക്കളുമായിട്ടാണ് ബന്ധം. ആ ഒരു ബന്ധമാവോ ഒരു പക്ഷേ മോഡിയെ തുടർച്ചയായി തൃശ്ശൂരേക്ക് എത്തിക്കുന്നത്? സജിത്ത്, എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്ന സമയത്ത് ആദ്യമായി ഉള്ളിൽ നടക്കേണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അദ്ദേഹം രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിലേക്ക്, വിശാലമായ അങ്കണത്തിലേക്ക് മാറ്റുന്നു. അന്ന് ആണ് സുരേഷ് ഗോപി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിയിലെത്തുന്നത്. അന്ന് ഈ സുരേഷ് ഗോപി വരുമ്പോൾ BJPയിൽ തന്നെ പ്രധാന നേതാക്കളൊന്നും തന്നെ ചിലർ പറഞ്ഞിരുന്നത് അത് വിളിച്ചിട്ടൊന്നും വരുന്നതായിരിക്കില്ല, ഏതെങ്കിലും ഒരു പാസ് ഒപ്പിച്ചകത്ത് കയറാം എന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരിക്കും. ആരും പൊതുവെ അങ്ങനെ അദ്ദേഹത്തിനോട് അദ്ദേഹം അവകാശപ്പെടുന്ന രീതി, അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയൊക്കെ വെച്ച് അദ്ദേഹം അവകാശപ്പെടുന്ന പോലൊരു ബന്ധം നരേന്ദ്രമോദിയായിട്ടോ അല്ലെങ്കിൽ അമിത്ഷായിട്ടോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം നരേന്ദ്രമോദിയെ കാണുകയും നരേന്ദ്രമോദിക്ക് ഷാളോ എന്താണെന്ന് കൃത്യമായി ഓർക്കുന്നില്ല, അദ്ദേഹത്തിന് ഒരു സമ്മാനം നൽകുകയും ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. സുരേഷ് ഗോപി ഇപ്പോഴും പറയുന്നത് എൻ്റെ നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്, സുരേന്ദ്രനും മുരളീധരനും ഒന്നുമല്ല എൻ്റെ നേതാക്കളെന്ന് അദ്ദേഹം പാർട്ടി പ്രവർത്തകരോടോ അല്ലെങ്കിൽ നേതാക്കളോടോ ഒക്കെ പറയുന്നതാണ്. പലപ്പോഴും ഇവർക്ക് സുരേഷ് ഗോപിക്ക് പിന്നിൽ നിൽക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും സുരേന്ദ്രനായാലും മുരളീധരനായാൽ പോലും പലപ്പോഴും ഉണ്ടാകുന്നത്. ഈ നരേന്ദ്രമോദിക്ക് വന്നങ്ങ് പോയാൽ പോലും തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ സംസ്ഥാനത്ത് സംഘടന വേണം, ഇടപെടൽ വേണം. ഇത് പ്രധാനമന്ത്രിയുടെ പിന്തുണയുണ്ടെങ്കിലും സംഘടനയിൽ മറ്റൊരു നീക്കം നടത്തി
സുരേഷ് ഗോപിയെ തോപ്പിക്കുമോ? അങ്ങനെ സാധ്യതയുണ്ടോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. സഹിതത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇത് കോൺഗ്രസിനെ പോലെയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയെ പോലെയോ ഒന്നുമല്ല. ഇത് നരേന്ദ്രമോദിയുടെ അവരുടെ ഏത് സംസ്ഥാനം, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, വസുന്ധര രാജയെ പോലെ പലപ്പോഴും മോദിയൊക്കെ വെല്ലുവിളിക്കാൻ നിന്ന റിബൽ സ്വഭാവമൊക്കെ കാണിച്ചിട്ടുള്ള ഒരു നേതാവിന്, രാജസ്ഥാനിൽ വലിയ സ്വാധീനമുള്ള നേതാവിന് അവരെ മാറ്റി നിർത്തിയിട്ട് അവരുടെ ഒപ്പമുള്ളവരെ ആരെയും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉൾപ്പെടുത്താതെ നിർത്തിയിട്ട്, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ 4 തവണ മുഖ്യമന്ത്രിയായ ആളാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരാളിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ 1ാം തവണയും 2ാം തവണയും പ്രഖ്യാപിക്കാതിരുന്നിട്ട് അവർക്കൊക്കെ അദ്ദേഹത്തിന്റെ പദ്ധതികളെ കൊണ്ടാണ് ഇവർ ജയിക്കുന്നെങ്കിൽ പോലും അവർക്കൊരു വിമത നീക്കം നടത്താനോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പാർട്ടി വോട്ടുകളെ പിൻവലിക്കാനോ ഒന്നും കഴിയുന്നില്ല. അത്തരത്തിലേക്ക് ഏതെങ്കിലും ഒരു 2 വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കത്തെ സ്വാഭാവികമായും ഈ നേതാക്കൾ നീക്കം നടത്തിയാൽ ഉണ്ടാകാവുന്ന ഭാവി ഫലത്തെക്കുറിച്ച് ഇവർ ഭയപ്പെടുന്നുണ്ട്. അതൊരു ജനാധിപത്യ സ്വഭാവത്തിനൊക്കെ അപ്പുറത്തേക്ക് അത്തരം ഒരു ഭയം ഈ നേതാക്കളുടെ ഉള്ളിലുണ്ട്. ഈ നേതാക്കൾ പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ അണികൾക്ക് ആ നേതാവിനേക്കാൾ കൂടുതൽ കൂറ് സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദിയോടോ അമിത്ഷായോടോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചിലപ്പോൾ ഒന്ന് സൈത്ത് പറഞ്ഞതുപോലെ കേരളമാണ്, കേരളത്തിലെ ആളുകളൊക്കെ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് താളം പിടിക്കാൻ പറ്റിയേക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവർക്കായാലും ഈ നേതാക്കൾക്കൊന്നും ചെയ്യാൻ കഴിയും എന്ന് ബി.ജെ.പിയുടെ നിലവിലെ സംഘടനാ സംവിധാനം വെച്ച് കഴിയാനുള്ള സാധ്യത. കിരൺ, ഇത് പറയുമ്പോഴും നമുക്കറിയാം കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രഭാവത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ചരിത്രം കേരളത്തിന് അത്ര കണ്ട് ഇല്ല. ഇപ്പോൾ BS പോലെ ചില അപൂർവ മുഖങ്ങളൊക്കെ ഉണ്ടാവാം. അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു നേതാവ് ഇവിടെ വന്ന് പറഞ്ഞാൽ ആ കക്ഷിക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല. അവിടെയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ റോഡ് ഷോ നടത്തിയാലോ അല്ലെങ്കിൽ അദ്ദേഹം തുടർച്ചയായി കേരളത്തിലെത്തിയാലോ അത് എത്ര കണ്ട് ജനങ്ങളെ സ്വാധീനിക്കുമെന്ന ചോദ്യം. നരേന്ദ്രമോദി ഒരു ദേശീയ ഐക്കണാണ്, അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. അത് എത്ര കണ്ട് കേരളത്തിലെ വോട്ടർമാരെ, ഞാൻ BJP അണികളല്ല, BJP അണികൾക്കപ്പുറമുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും? സജിത്ത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ നരേന്ദ്രമോദിക്കായാലും ഇപ്പോൾ അയോധ്യ വിഷയമൊക്കെ എടുക്കുമ്പോഴായാലും ആ നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് BJP അണികൾക്കപ്പുറം ഉത്തരേന്ത്യ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ സ്വാധീനമുണ്ട്. BJPക്ക് വോട്ട് ചെയ്യാതിരിക്കുന്ന ആളുകൾ പോലും, മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് പോലും വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവായി നരേന്ദ്രമോദി ആ തരത്തിലേക്ക് തൻ്റെ ഒരു പ്രതിച്ഛായയെ ബോധപൂർവം ഒക്കെ അത്തരമൊരു പ്രതിച്ഛായ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളം തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്നതും മാറി നിൽക്കുന്നതുമായ പ്രധാനപ്പെട്ട വിഷയം, ഇങ്ങനെയൊക്കെ റോഡ് ഷോ നടത്തുമ്പോഴും പദ്ധതികളൊക്കെ നടത്തുമ്പോഴും BJPക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ BJPയെ പിന്തുണയ്ക്കുന്നവർ, അതിനപ്പുറത്തേക്ക് അതിന് പുറത്തു നിൽക്കുന്ന മനുഷ്യരുടെ വോട്ട് ശേഖരിക്കുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് ഏറെക്കുറെ കേരളത്തിന്റെ ചരിത്രം, ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അത് ഏറെക്കുറെ അസാധ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുവരെയുള്ള കണക്കുകൾ വെച്ചിട്ട് കണക്കിൽ അങ്ങനെ കഴിഞ്ഞ തവണയും സുരേഷ് ഗോപി അവിടെ 3ാം സ്ഥാനത്ത് മാത്രമാണ് നിന്നത്. അവിടെ ആകെ നിയമസഭാ മണ്ഡലങ്ങളിൽ തൃശ്ശൂർ മാത്രമാണ് 2ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപിക്ക് എത്താൻ കഴിഞ്ഞത്. പിന്നീട് അല്പമെങ്കിലും അടുത്ത ഒരു 3 സ്ഥാനാർത്ഥികൾ തമ്മിൽ കാര്യമായ 48,000 വോട്ട്, 50,000, 53,000 എന്ന തരത്തിൽ നിന്നത് നാട്ടികയിൽ മാത്രമാണ്. മറ്റ് ഒരു നിയമസഭാ മണ്ഡലത്തിലും കഴിഞ്ഞ തവണയും സുരേഷ് ഗോപിക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ സുരേഷ് ഗോപി മാറി തൃശ്ശൂരിലുണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്ന് സുരേഷ് ഗോപി 2,93,000 വോട്ട് പിടിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏകദേശം 2 ലക്ഷത്തിൽ പരം വോട്ട് BJPക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ BJPയുടെ 2 ലക്ഷത്തോളം വോട്ട് അവർ അവിടെ ഉണ്ട് എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ അധികമായി പിടിക്കാൻ കഴിഞ്ഞ 1 ലക്ഷത്തോളം വോട്ടുകൾ, അത് ഏതെങ്കിലും തരത്തിൽ ഒരു 1.5 ലക്ഷമോ 2 ലക്ഷമോ ഉയർത്താൻ കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ച് ഒരു വിജയ പ്രതീക്ഷയുണ്ട്. ആ ഒരു നീക്കത്തിനായിരിക്കും സൈത്ത് ആദ്യം പറഞ്ഞതുപോലെ അത് പ്രത്യേകമായി തന്നെ എടുക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഈ സഭകൾ ഇതുവരെ BJPക്ക് ഇല്ലായിരുന്ന ഒരു വിഷയം. BJPക്ക് വോട്ട് ചെയ്യുന്ന പരമാവധി പേർ അവിടെ BJP അനുഭാവമുള്ളവരോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ചെറിയ വിഭാഗം BJP ഇല്ലാതെ നരേന്ദ്രമോദിയെ മാത്രമായി പിന്തുണയ്ക്കുന്നവരൊക്കെ ഉണ്ടായാൽ പോലും BJPക്ക് ആ വോട്ട് കൊണ്ട് മാത്രം തിരുവനന്തപുരം ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ തൃശ്ശൂരും ജയിക്കാനുള്ള ഒരു അവസ്ഥ നിലവിൽ എന്തായാലും ഇല്ല. അങ്ങനെ ജയിക്കാനും കഴിയില്ല. അവിടെയാണ് സൈത്ത് നേരത്തെ പറഞ്ഞ ഈ സഭകളിലേക്കുള്ള നീക്കവും ഇപ്പോൾ ഈ സ്വർണ്ണ കിരീടം സമ്മാനിച്ചതും ഒക്കെ നേരത്തെ പാലാപ്പള്ളിയിൽ വന്നതൊക്കെ അടക്കമുള്ള വിശാലമായ വിഷയങ്ങളൊക്കെ കടന്നു വരുന്നത്. നമുക്കത് പരിശോധിക്കാം. എന്താണ് ഈ ക്രിസ്ത്യാനിറ്റിയും BJPയും തമ്മിലുള്ള ബന്ധം? പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്ത്? ഒപ്പം ഗുരുവായൂരിലൂടെ പ്രധാനമന്ത്രി പറയാൻ ശ്രമിക്കുന്നത്, ഇക്കാര്യം കൂടി പരിശോധിക്കാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ജീവിതത്തിന്റെ ചോദ്യം ചെയ്തിട്ട് വീണ്ടും പ്രധാനമന്ത്രിയുടെ തെക്കൻ ദൗത്യം, അതാണ് നമ്മൾ പരിശോധിച്ചു വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ പ്രധാനമന്ത്രിയുടെ നാളത്തെ സന്ദർശന പരിപാടികളും അതിൻ്റെ രാഷ്ട്രീയവും കൂടി ഒന്ന് വിശദമായി നോക്കാൻ തോന്നുന്നു. ഗുരുവായൂരാണ് വിഷയം.
ഈ ഗുരുവായൂരിലേക്ക് പ്രധാനമന്ത്രി നാളെ കഴിഞ്ഞ് എത്തുകയാണ്. നാളെ അദ്ദേഹം കൊച്ചിയിലെത്തി അതിനുശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും ആ ക്ഷേത്ര സന്ദർശനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയും ബന്ധപ്പെട്ട് തന്നെ ഒരു വികസന ചർച്ചയും ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഒന്ന് ഗുരുവായൂർ ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളുടെ വികസനമാണ്. അതിൻ്റെ പശ്ചാത്തലം ഒരുങ്ങുന്നത് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. കിരണിക്ക് ഒരുപക്ഷെ കൂടുതൽ അറിയാമല്ലോ, അവിടെ പോയി കണ്ടിട്ടുള്ള ആളല്ലേ. ഈ ക്ഷേത്രം വരുന്നതുമായി ബന്ധപ്പെട്ട് അയോധ്യയിലുണ്ടായ മാറ്റം അത് ഭയങ്കര, അത് വളരെ സ്വാഭാവികമാണ് സജിത്ത്. അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രം ഇത്ര കോടികളുടെ വികസന പദ്ധതി ഒരു നാട്ടിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് അയോധ്യയിലെ മുമ്പുണ്ടായിരുന്നു 10-20 വർഷം മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ മണ്ഡൽ അയോധ്യ രാം മന്ദിർ കാലത്തൊക്കെ ഉണ്ടായിരുന്ന മുദ്രാവാക്യങ്ങളൊക്കെ പോലെയല്ല. അയോധ്യയിൽ തന്നെ ഈ കാൻഷിറാമും മുലായം സിംഗ് യാദവും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് കാൻഷിറാം മുലായം കാൻഷിറാം എന്നൊക്കെ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ജയ് ശ്രീറാം അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വിജയിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ആ അന്തരീക്ഷമൊക്കെ മാറി മറ്റൊരു അന്തരീക്ഷത്തിലേക്ക്, രാജ്യം തന്നെ മറ്റു തരത്തിലേക്ക് അത്തരം വിഷയങ്ങളെയൊക്കെ മതപരമായി കാണുന്ന, കൂടുതൽ വൈകാരികമായി കാണുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ രാജ്യം മാറി. ഈ വിഷയം അയോധ്യയിലെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിലെ മാത്രമല്ല, അത് ഉത്തരേന്ത്യയിലെ വലിയൊരു വിഭാഗം ആളുകൾക്കിടയിലേക്ക് വലിയ സ്വാധീനം. അതുകൊണ്ടാണ് കോൺഗ്രസ് തന്നെ ഒരു വല്ലാത്ത ഡിലമയിലൊക്കെ പെട്ടുപോകുന്നത്. ഇതിനെ അനുകൂലിക്കണോ, എതിർക്കണോ, പോകണോ, പോകാതിരിക്കണോ, കോൺഗ്രസ് ഔദ്യോഗികമായി പോകുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ പല സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ഇതിൽ പങ്കെടുക്കും എന്ന് പറയുന്നു. അവരിതിനൊക്കെ അനുകൂലമായ നിലപാടൊക്കെ സ്വീകരിക്കുന്നതൊക്കെ ചെയ്യുന്നത് ഇവർക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയാത്തൊരവസ്ഥ വന്നു. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നേരത്തെ സൈത്ത് പറഞ്ഞതുപോലെ ഈ അയോധ്യ മുദ്രാവാക്യമൊക്കെ എത്രത്തോളം കേരളത്തിലെ ജനത്തിന് വൈകാരികമായിട്ട് ഉണ്ടാക്കും എന്നുള്ളതൊക്കെ സംശയം സ്വാഭാവികമായും ഉണ്ട്. ഇതിന് പിന്നിലേക്ക് നമുക്ക് ചേർത്ത് വെക്കേണ്ടത് ഇതൊരു പിൽഗ്രിം ടൂറിസം എന്ന ഒരു കൺസെപ്റ്റ്. ഇതിപ്പം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പിൽഗ്രിം ടൂറിസത്തെ തള്ളിക്കളയാൻ കഴിയില്ല. ഇല്ല, അതൊരിക്കലും കഴിയില്ല. പോകുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഈ അയോധ്യയിൽ തന്നെ പോകുന്ന ആളുകളെല്ലാം തന്നെ സ്വാഭാവികമായും ഇത്ര വലിയൊരു മന്ദിരം സൃഷ്ടിക്കുമ്പോൾ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് മനുഷ്യർ അവിടെയൊക്കെ പോവുകയും ഇതെല്ലാം കാണുകയും ഒക്കെ ചെയ്യും. അവരെല്ലാവരും വിശ്വാസികളാണ് എന്നൊന്നും കരുതാൻ കഴിയില്ല. കടുത്ത വിമർശകർ പോലും സ്വാഭാവികമായും താല്പര്യം കാണും അയോധ്യയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിച്ചാൽ. കിരൺ, അവിടെയാണ് പ്രസക്തമാവുന്നത് ഈ ഗുരുവായൂരെ സന്ദർശനം. കാരണം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. നോർത്ത് ഇന്ത്യൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇടം കൂടിയാണ്. അങ്ങനെ ഒരു ഇടമുള്ള കേരളത്തിൽ ഗുരുവായൂരിൽ പ്രാദേശിക വികസനത്തിന് അത് വഴിയൊരുക്കിയോ എന്ന കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരുപക്ഷെ അതിന് പുതിയ സാധ്യതകൾക്ക് വഴി തുറന്നേക്കാം. പ്രധാനമന്ത്രിക്ക് മുന്നിൽ നിരവധി ആവശ്യങ്ങളുമായിട്ടാണ് അവിടുത്തെ ഗുരുവായൂർ ദേവസ്വം കാത്തിരിക്കുന്നത്. എന്തായാലും ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റുമായി നമ്മുടെ പ്രതിനിധി CV അനുമോദ് സംസാരിച്ചു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. എല്ലാ കാലത്തും പ്രധാനമന്ത്രിമാരുടെ വരവ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയും പ്രത്യാശയുമൊക്കെ ഉണർത്തുന്നതാണ്. ഞാൻ പ്രത്യാശയുമെന്ന് പറയാൻ കാരണം മുമ്പ് തന്നെ പല രീതിയിലും നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇതുപോലുള്ള വിശിഷ്ടാതിഥികളുടെ ആഗമനത്തോടുകൂടി സഫലീകരിക്കാൻ ഗുരുവായൂരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഇപ്പോഴ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് ഗുരുവായൂരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വേങ്ങാട് ഗോശാല 1500ഓളം പശുക്കളെ അധിവസിപ്പിച്ചിട്ടുള്ള വലിയൊരു ഗോശാലയാണ്. പക്ഷേ ഗുരുവായൂർ ദേവസ്വത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുകയോ വേണ്ടത്ര പുരോഗതി കൈവരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആ ഗോശാലയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു DPR ഇപ്പോഴും തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ തയ്യാറാക്കി കഴിഞ്ഞിട്ടുള്ള DPR പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ. പക്ഷെ ഇവിടേക്ക് എത്തുന്നതിന് റെയിൽവേ സൗകര്യങ്ങൾ അല്പം കുറവാണെന്നുള്ള പരാതി എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നതാണ്. ഇക്കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുമോ കൂടുതൽ എന്തെങ്കിലും? തീർച്ചയായും. ഗുരുവായൂർ കോവിഡിന് മുമ്പ് ഗുരുവായൂരിൽ വന്നു ചേർന്നിരുന്ന പല വണ്ടികളും കോവിഡ് കാലത്ത് നിർത്തലാക്കപ്പെടുകയുണ്ടായി. ആ വണ്ടികളെല്ലാം പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് മാത്രമല്ല, ആ വണ്ടികളൊക്കെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. കൂടാതെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലുള്ള വലിയ ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ഗുരുവായൂരിനെ ബന്ധപ്പെടുത്തുന്ന പിൽഗ്രിം സെൻറ്റേഴ്സിനെ ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റെയിൽവേ വികസനം സാധ്യമാവണമെങ്കിൽ ഇവിടെ വന്ന് അവസാനിച്ച് നിൽക്കുന്ന റെയിൽവേ ലൈൻ ഷൊർണൂരുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്റ്റേഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വർക്ക് ഇതിനു മുമ്പും ഒരുപാട്
പലതരത്തിലുള്ള പ്രോജക്റ്റുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. തിരൂരുമായിട്ട് ബന്ധിപ്പിക്കണമെന്നും താനൂരുമായിട്ട് ബന്ധിപ്പിക്കണം, അതല്ല തിരുനാവായുമായിട്ട് ബന്ധിപ്പിക്കണം എന്നൊക്കെയുള്ള പ്രപ്പോസലുകൾ ഉണ്ടായിരുന്നു. അതിലേതെങ്കിലും ഒന്നുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തന്നെ ഒരു ജംഗ്ഷൻ എന്നുള്ള രീതിയിൽ പഴയ കാലം മുതൽക്ക് തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഷൊർണൂരുമായിട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ നോർത്തിൽ നിന്നൊക്കെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ വരാനും ആ രീതിയിൽ ഗുരുവായൂർ നഗരത്തിൻ്റെ ഒരു വലിയ ഒരു നവീകരണത്തിനും ഉണർവിനും അത് പ്രതീക്ഷയേകുമെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനം രാജ്യത്തിന്റെ ശ്രദ്ധ ഗുരുവായൂരിൽ കൊണ്ടുവരുന്നതിനൊപ്പം ഗുരുവായൂരിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയായിട്ട് കൂടി കാണുന്നു അല്ലേ? ഇതോടുകൂടി ഗുരുവായൂരിലും ഒരുപാട് വികസന സാധ്യതകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഭരണസമിതി വിലയിരുത്തുന്നത്. അങ്ങനെ വലിയ ഒരുക്കങ്ങളൊക്കെയാണ്. നമ്മളൊക്കെ അറിയാം, നമ്മളെ നിയന്ത്രണങ്ങളും നമ്മുടെ കയ്യിലല്ല. എങ്കിൽ പോലും ആളുകൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുകയാണ്, അന്നേ ദിവസം വിവാഹങ്ങൾ എന്തെങ്കിലും സമയം മാറ്റി വെക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? അങ്ങനെ അത്രയേ ഉള്ളൂ, സമയം മാറ്റിവെക്കുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഗുരുവായൂർ നഗരത്തിൽ എത്തിച്ചേരുന്ന ആ സമയത്ത് ഉള്ള വിവാഹങ്ങളിൽ ചില സമയക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരു വിവാഹവും പൂർണ്ണമായും മാറ്റിവെക്കാൻ ദേവസ്വം തീരുമാനിച്ചു. എന്താണെങ്കിലും ഗുരുവായൂരിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ ഒരു സന്ദർശനമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എന്നാണ് ഡോക്ടർ VK വിജയൻ പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കിരൺ, എന്തായാലും ഗുരുവായൂർ ദേവസ്വവും ചില കാര്യങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. സ്വാഭാവികമാണ്, പ്രധാനമന്ത്രി വരുമ്പോൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടാം. സജിത്ത്, അപ്പോൾ അത് കേട്ടിട്ട് അങ്ങനെ ഒരു ഉന്നയിച്ച ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഗോശാലയ്ക്ക് കുറെ കൂടി മെച്ചപ്പെട്ട പണം അനുവദിക്കുക, പണ്ട് നിർത്തിപ്പോയ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ സ്റ്റോപ്പുകൾ അനുവദിക്കുക, അല്ലെങ്കിൽ ഷൊർണൂരിലേക്ക് വരിക. അതിനപ്പുറത്തേക്ക് സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് അവർ ഉന്നയിക്കേണ്ട ആവശ്യങ്ങളുടെ ഒരു വ്യാപ്തി ഒരു രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും ഗുരുവായൂരേക്ക് റെയിൽ കണക്ടിവിറ്റി, കണക്ഷൻ, ട്രെയിനുകൾ, അങ്ങനെ വലിയ വലിയ ആവശ്യങ്ങൾ. പക്ഷെ ആ ഒരു പ്രദേശത്തിന്റെ ഒരു വികസനത്തിനോ അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെയുള്ള ആവശ്യത്തിന് പ്രധാനമന്ത്രി അങ്ങനെ സന്ദർശനം നടത്തുമ്പോൾ സ്വാഭാവികമായും ഗുരുവായൂർ ദേവസ്വം ബോർഡ് കേരളത്തിലാണ് വരുന്നത്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ആലോചിക്കണം. അപ്പോൾ കേരളത്തിൽ ആ തരത്തിലേക്കൊക്കെ ആവശ്യങ്ങൾ സ്വാഭാവികമായും വെക്കാവുന്നതാണ്. കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ കേരളത്തിൽ വന്ന് അത്തരം ഒരു വലിയ പദ്ധതികളൊക്കെ ഒരു പ്രദേശത്ത് പ്രഖ്യാപിക്കണം. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം കേരളത്തിന് ഒരു പ്രത്യേക തരത്തിലേക്കുള്ള, എനിക്ക് തോന്നുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് വേറൊരു കേരളത്തിന് താരതമ്യം തോന്നാൻ സാധ്യതയുണ്ട്. നമുക്കിടെ കൃത്യമായ വിവരങ്ങൾ പല മുതിർന്ന മാധ്യമ പ്രവർത്തകരോട് ശ്രമിച്ചെങ്കിലും ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ ഇതിനു മുമ്പ് ഏതെങ്കിലും നേതാക്കളുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നതിന് കൃത്യമായി നമുക്ക് ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്തത് അത്തരമൊരു വിവരം തൽക്കാലം നമ്മളുടെ അറിവിലില്ല. പ്രധാനപ്പെട്ട പലരുമായും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിൻ്റെ ഒരു ആധികാരിക രേഖകൾ എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായേ അറിയില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രധാനമന്ത്രി തന്നെ വന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. എത്രത്തോളം പ്രധാനപ്പെട്ട ഒരാളായിട്ടാണ് നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയാതെ പറയുകയാണ്, നിങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട ഒരാളാണ്. അത് കൊടുക്കുന്നൊരു ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ടയോ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന സർക്കാരിന്റെ വികസനത്തെ അജണ്ടകളോ അല്ലെങ്കിൽ അവിടുത്തെ പദ്ധതികളോ അതിനൊക്കെ അപ്പുറത്തേക്കൊരു സന്ദേശം സ്വാഭാവികമായും ഇതിന് ലഭിക്കുന്നുണ്ട്. ഒരാൾ വിവാഹത്തിന് വേണ്ടി നേരിട്ടെത്തുന്നു, അത്രത്തോളം ബന്ധം ശക്തമാണ് എന്നുള്ള ഒരു സന്ദേശം വരുന്നു. എന്തായാലും ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അത്തരം ചില വികസന സ്വപ്നങ്ങൾ കാണുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട്. അനുമോദ്, CB അനുമോദ് കൂടി നമുക്കൊപ്പമുണ്ട്. അനുമോദ്, സ്വാഗതം. അനുമോദ് കഴിഞ്ഞ 2 ദിവസമായി ഇപ്പം ഗുരുവായൂർ ക്യാമ്പ് ചെയ്യാണ്. എന്താണ് ഗുരുവായൂരിൻ്റെ ഒരു ട്രെൻഡ്? എന്താണ്? പ്രധാനമന്ത്രി വരുന്നു, അതാ നാട്ടുകാരങ്ങ് ഉൾക്കൊണ്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ഈ അനുമോദിൻ്റെ ചോദ്യത്തോട് ദേവസ്വം അധികൃതരുടെ പ്രതികരണം നമ്മൾ കേട്ടു. അതിനപ്പുറത്തേക്ക് റെയിൽവേയുടെ, അതായത് റെയിൽ കണക്ടിവിറ്റി പോലെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ, അതിനുമപ്പുറം പ്രധാനമന്ത്രി നാളെ കഴിഞ്ഞെത്തിയിട്ട് അദ്ദേഹം തൃശ്ശൂരേക്കും പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വഴികളിലൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ വികസന പദ്ധതികളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ആ തരത്തിലുള്ള ചർച്ചകളൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? സജിത, ഇക്കാര്യത്തിൽ ഗുരുവായൂർ ഒരുപാട് ഉന്നതര് പലവട്ടം വന്ന് തൊഴുതു മടങ്ങുന്ന ഒരു സ്ഥലമാണ്. ഗുരുവായൂർ ആളുകൾ വരുന്നതും തൊഴുതുന്നതൊക്കെ സ്വാഭാവികമാണ്, ഗുരുവായൂരുകാരെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇത്തവണത്തെ മോദിയുടെ സന്ദർശനം 2 തരത്തിൽ വേണം കാണാൻ. ഒന്ന്, നേരത്തെ നിങ്ങളൊക്കെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, പറയാതെ പറയുന്ന രാഷ്ട്രീയം. 2, അത് ഗുരുവായൂരുകാരുടെ ഒരു വലിയ കാര്യമാണ്, ഗുരുവായൂരിൻ്റെ വികസനം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ വ്യാപാര സമൂഹത്തിലുള്ള ആളുകളുമായിട്ടും പ്രാദേശിക രാഷ്ട്രീയക്കാരുമായിട്ടും അധികമായി സംസാരിക്കുമ്പോൾ കേരളത്തിൽ മറ്റ് ഇടങ്ങളെക്കാൾ കൂടുതൽ കേന്ദ്രത്തിന്റെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്ത ഒരു സ്ഥലമാണ് ഗുരുവായൂർ എന്നാണ്.
രണ്ട് പദ്ധതികളാണ് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ സപ്പോർട്ടുള്ളത്. ഒന്ന് അമൃതം പദ്ധതി, രണ്ട് പ്രസാദ് പദ്ധതി. പ്രസാദ് പദ്ധതി പൂർണ്ണമായും കേന്ദ്രത്തിന്റെ ഗ്രാൻഡായിട്ട് ദേവസ്വത്തിന് നൽകുന്നതാണ്. അത് ദേവസ്വത്തിന്റെ വികസന പദ്ധതികൾക്ക് വേണ്ടി നൽകുന്നതാണ്. രണ്ട് അമൃത് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയുടെ പകുതി കേന്ദ്രം എടുക്കുന്നു, ബാക്കി പകുതി തദ്ദേശഭരണ സ്ഥാപനങ്ങളും സംസ്ഥാനങ്ങളും കൂടി എടുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൽ മറ്റ് ഇടങ്ങളെക്കാൾ കൂടുതൽ കേന്ദ്രത്തിന്റെ ഒരു സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടത്തെ സംബന്ധിച്ച് ആളുകൾ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ ബോധത്തിൽ സംസാരിക്കുമ്പോൾ ഇത് സുരേഷ് ഗോപിയുമായിട്ടുള്ള ആത്മബന്ധം, സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുൻകൂട്ടി നടത്തുന്ന ഒരു ചുവടുവെപ്പ്, അത്തരത്തിലൊക്കെ വേണം വ്യാഖ്യാനിക്കാൻ. നേരത്തെ കിരൺ ബാബു പറഞ്ഞതുപോലെ പറയാതെ പറയുകയാണ്, എൻ്റെ സ്വന്തം ആളാണ്, നിങ്ങൾ ജയിപ്പിച്ചാൽ കേന്ദ്രത്തിൽ BJP ആണ് വീണ്ടും വരുന്നതെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കും എന്ന ഒരു പറയാതെ പറയുന്ന സന്ദേശമാണ് മോദിയുടെ ഈ ഒരു സന്ദർശനമെന്ന് നമുക്ക് പറയാനാകും. അതേക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെയുള്ളവർക്കും നല്ല ധാരണയുണ്ട്. തൃശ്ശൂരിൽ കണ്ടതുപോലെ നേരത്തെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തൃശ്ശൂർ നമ്മൾ കണ്ടപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ തൃശ്ശൂർ അത്തരത്തിലൊരു വൈബിലായിരുന്നു. അത്രയ്ക്കൊരു വൈബ് ഗുരുവായൂർ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഗുരുവായൂർ കൂടുതലായിട്ട് സന്ദർശിച്ചു പോകുന്ന ആളുകളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. ഇവിടുത്തുകാരല്ലല്ലോ ഇവിടെ ധാരാളമായിട്ടുള്ളത്, വന്നു പോകുന്നവരാണല്ലോ. സ്വാഭാവികമായിട്ട് വന്നു പോകുന്നവർക്കുള്ള താല്പര്യവും അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് താല്പര്യം രണ്ട് തന്നെയായിരിക്കും. അപ്പോൾ തൃശ്ശൂരിലെ പോലെ ഒരു വൈബിലേക്ക് ഗുരുവായൂർ എത്തിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നാളത്തെ ഒരു ദിവസം BJPയുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ തൃശ്ശൂർ തന്നെ ഉണ്ടാകും. മോദിയുടെ സന്ദർശനം, അദ്ദേഹം വളരെ കുറച്ച് സമയം മാത്രമാണ് ഗുരുവായൂർ ചിലവഴിക്കുന്നത്. ശ്രീകൃഷ്ണ കോളേജിൽ ഹെലിപാഡിൽ വന്നിറങ്ങി അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നു, ഗസ്റ്റ് ഹൗസിൽ അല്പസമയം ചിലവഴിക്കുന്നു, ദർശനം നടത്തുന്നു, അതിനുശേഷം വിവാഹത്തിൽ പങ്കെടുക്കുന്നു, തിരിച്ച് മടങ്ങിപ്പോകുന്നു. തൃപ്രയാറാണ് അദ്ദേഹം കുറെ കൂടി സമയം ചെലവഴിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൃപ്രയാറിൽ 1 മണിക്കൂറോളം അദ്ദേഹം ഉണ്ടായിരിക്കും. അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ തൃപ്രയാർ വെച്ച് അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി, ഇത്തരത്തിലാണ് ഗുരുവായൂരിലെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറയാം, ഈ തൃശ്ശൂരിലെ പോലെ തന്നെ മാധ്യമങ്ങൾക്ക് കൃത്യമായ നിയന്ത്രണം ഗുരുവായൂരിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നതുകൂടി ഒന്ന് പറയേണ്ടതുണ്ട്. ശരി, അതാണ് സാഹചര്യം. എന്തായാലും ഇന്നത്തെ കിരൺ, അനുമോദ വളരെ നന്ദി. കിരൺ, നമ്മളിന്ന് മുമ്പ് പരാമർശിച്ച് മാറ്റിവെച്ച ഒരു വിഷയമാണ് ക്രിസ്ത്യാനിറ്റി BJP ബാന്ധവം. ഇത് പരാമർശിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുള്ളത്, സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് തൊട്ട് മുമ്പ് തൃശ്ശൂരെ ലൂർദ് പള്ളിയിലെത്തി മാതാവിന് സ്വർണ്ണ കിരീടം സമ്മാനിച്ചു. ഒരു വിശ്വാസിക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിന് എന്തും സമ്മാനിക്കാം, സ്വാഭാവികമാണ്, വഴിപാട് നേരാം. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയമുണ്ടോ? അത് വളരെ കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് സജിത്ത്. അത് രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ, സുരേഷ് ഗോപിക്ക് പോലും അങ്ങനെ പറയാൻ കഴിയില്ല. അത് വളരെ കൃത്യം. പ്രത്യേകിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ തിരുവനന്തപുരം പോലെ സ്ഥിരമായി ഒരേ പോലെ വോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥലമല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി വന്ന 2019 മാത്രമാണ് ഈ തരത്തിലേക്ക് വോട്ടിംഗ് ശതമാനത്തിൽ ഒരു വലിയ വർധനവ് ഉണ്ടായത്, ഒരു കുതിച്ചാട്ടം ഉണ്ടായത്. 2014 പോലും അവിടെ അങ്ങനെ ഒരു വലിയ കുതിച്ചാട്ടം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നില്ല. പക്ഷെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഒരു വലിയ ഇളക്കം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി അവിടെ ഒരു BJPയെ സംബന്ധിച്ചൊരു വലിയ ശക്തി തെളിയിക്കാനൊക്കെ കഴിഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിലവിൽ BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ചിലപ്പോൾ സുരേഷ് ഗോപി എന്നൊരു നേതാവ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ, ചില തരത്തിലൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സ്വാധീനം, ഈ 2 സ്വാധീനം കൊണ്ട് മാത്രം അവിടെ ജയിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണ അവിടെ 3 ലക്ഷത്തിൽ താഴെ 2,92,000 വോട്ട് മാത്രമാണ് BJPക്ക് ലഭിച്ചത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം അവരൊക്കെ 10,28,000 വോട്ട് കൂടുതലാണ്. അതെ, ആ ദൃശ്യങ്ങൾ നോക്കൂ. ആ ദൃശ്യങ്ങൾക്ക് ചെലുത്താൻ കഴിയുന്ന ഒരു സ്വാധീനം അത് ചെറുതാവില്ല, അല്ലേ? അത് തന്നെയാണ് സഹിත ഏറ്റവും പ്രധാനം. അപ്പോൾ അവിടെ ജയിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വോട്ടിന്റെ ഡിഫറൻസ്, ആ ഡിഫറൻസ് കുറയ്ക്കാൻ കഴിയണം. അത് കുറയ്ക്കാൻ കഴിയണമെങ്കിൽ BJPക്ക് ലഭിക്കുന്ന വോട്ടുകൾ പ്ലസ് സുരേഷ് ഗോപിയുടെ വോട്ടുകൾ, ഈ 2 വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല. അവിടെ ജയിക്കണമെങ്കിൽ ഇതുവരെ BJPക്ക് ലഭിക്കാതിരുന്ന വോട്ടുകൾ അതിൽ ഒരു വിഭാഗത്തെ കൂടി എത്തിക്കണം. അതിന് കഴിയുന്ന വോട്ട് എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ BJPക്ക് തൃശ്ശൂർ സാഹചര്യത്തിൽ ലഭിക്കാനില്ല, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് എന്തായാലും ഒരു കാരണവശാലും BJPക്ക് അങ്ങനെ വോട്ട് ലഭിക്കാനില്ല. പിന്നീട് ലഭിക്കാൻ സാധ്യതയുള്ളത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്കൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ
ആ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സഭാ നേതാക്കളൊക്കെ തന്നെ BJPയുമായി അത്തരത്തിലേക്ക് ഒരു ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ അടുപ്പം കൊണ്ട് മാത്രം ഇത് അവർ ആഹ്വാനം ചെയ്താൽ പോലും വോട്ടായി മാറണമെന്നില്ല സാധാ ക്രിസ്ത്യാനികളുടെ മനസ്സിലേക്ക്. അപ്പോൾ സാധാരണ ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലേക്ക് വോട്ടായി മാറാൻ കഴിയണമെങ്കിൽ അവരുടെ ചില വിശ്വാസങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി. ആ തോന്നൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലതാണ് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ അങ്ങനെ ഒരു മതവിശ്വാസത്തിൽ ചെന്ന് ചേരാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ലൂർദ് മാതയുടെ അവിടെ എല്ലാ വിശ്വാസിക്കും ചെല്ലാം. അതെ, ഇതിലൂടെ ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പം എൻ്റെ സ്വദേശം പാലായിൽ പ്രസിദ്ധമാണ് അവിടുത്തെ ജൂബിലി തിരുനാൾ. അവിടെ ഒരു ദിവസം അവിചാരിതമായി സുരേഷ് ഗോപി ഭാര്യയുമൊത്ത് കുടുംബസമേതം അവിടേക്ക് കടന്നു വരുന്നു. അവിടെ പ്രാർത്ഥിച്ച് അദ്ദേഹം അവിടെ നിന്നു. അത് സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയിപ്പോയ ഒരു ദൃശ്യമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പാലായിൽ സ്ഥാനാർത്ഥിയൊന്നും ആവാൻ പോകുന്നില്ല. പക്ഷേ പാലായിൽ നിന്ന് അദ്ദേഹം കൊളുത്തിവിടുന്ന തീ എത്തുക അത് തൃശ്ശൂരാണ് എന്ന കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന്. സൈത്ത് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ഒരു ക്രിസ്ത്യൻ സഭാവിശ്വാസികൾക്കിടയിലേക്ക്, പ്രത്യേകിച്ച് സിറോ മലബാർ സഭാവിശ്വാസികൾക്കിടയിലേക്ക് എവിടേക്കാണ് അവിടെ ആ വിശ്വാസികളുടെ ഒരു വൈകാരികമായ അംശം ഉള്ളത്, ആ വൈകാരിക അംശം അവിടെ പാലയിൽ വന്നാൽ അതിന്റെ ഫലം ഉണ്ടാകാൻ പോകുന്നത് തൃശ്ശൂരാണ്. അല്ലെങ്കിൽ സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് മുകളിൽ നിന്ന് പറഞ്ഞാലും ഞങ്ങൾ BJPക്ക് വോട്ട് കൊടുക്കണമെന്ന് പരസ്യമായി പറഞ്ഞെങ്കിലും BJP വോട്ട് ഒരു മനോഭാവമാണ്, അങ്ങനെ പറഞ്ഞാൽ പോലും അത് നടപ്പാക്കി വോട്ട് ചെയ്യേണ്ടത് സാധാരണ വിശ്വാസികളാണ്. ആ വിശ്വാസികളുടെ ഹൃദയം അല്ലെങ്കിൽ അവർ വൈകാരികാവസ്ഥ കീഴടക്കുക എന്നുള്ളതിന്റെ ഒരു രാഷ്ട്രീയ, ഇനി അതിനെ കൃത്യമായി തന്നെ ഇത് തിരിച്ചറിഞ്ഞ മലയാളികളാണ്, അതൊന്നും പറയാൻ കഴിയില്ല. മലയാളികളായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ പോലും പലപ്പോഴും അവരിതിനെ രാഷ്ട്രീയ തന്ത്രമായി തന്നെ കണ്ട് തള്ളിക്കളയാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ പല തന്ത്രങ്ങളും ഉപയോഗിച്ച പലരും, അതിപ്പോൾ BJPയിൽ നിന്ന് മാത്രമല്ല ഇടതുമുന്നണിയിലായാലും UDF ആയാലും ഒക്കെ ഇത്തരം തന്ത്രങ്ങൾ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം തന്ത്രങ്ങളും പരാജയപ്പെട്ടു പോകുന്നൊരവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുറെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലെങ്കിൽ എൻ്റെ വിശ്വാസിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ, അപ്പോൾ അവരെ ഞാൻ ശത്രുവായി കാണേണ്ടതില്ല. അത്തരം ഒരു വിശ്വാസത്തിനൊക്കെ കൂടി ഭാഗമാകും മകളുടെ കല്യാണത്തിന് ഇങ്ങനെ ഒരിടത്ത് ഒരു സ്വർണ്ണ കിരീടം കൊണ്ടുവെക്കുക. ഇപ്പോൾ അതിനെ ചൊല്ലി വലിയ തർക്കങ്ങളൊക്കെ ഇതിലും സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. അനുകൂലിച്ചും എതിർത്തും ഒക്കെ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. എന്തായാലും നമ്മൾ ഈ സംസാരിച്ചു വന്ന പ്രധാനമന്ത്രിയുടെ തെക്കൻ ദൗത്യം, ഈ തെക്കൻ ദൗത്യത്തിലെ കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ കേരളത്തിൻ്റെ പ്രത്യേക ചില ഇടങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഘടകം, അതൊന്ന് പ്രധാനപ്പെട്ടത്. രണ്ട്, ഒരിക്കലും BJPക്ക് കടന്നു കയറാൻ കഴിയാത്ത മേഖലകളിലേക്ക് പ്രധാനമന്ത്രിയെ മുൻനിർത്തി കടക്കാൻ കഴിയുമോ? അവിടെയാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്നൊരു വലിയ സാധ്യത. ഇപ്പം തൃശ്ശൂരും ക്രിസ്ത്യാനിറ്റിയും നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത് കേരളത്തിൽ ഒരു പക്ഷേ കൃത്യമായ കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇത്ര അധികം ക്രൈസ്തവ വോട്ടുകളുള്ള മണ്ഡലം മറ്റേതെങ്കിലും ഉണ്ടോ എന്ന കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, അത് തൃശ്ശൂർ മണ്ഡലത്തിൽ അത് വളരെ ശക്തമാണ്. അത് ഒരു പക്ഷേ ഈ പറഞ്ഞ രാഷ്ട്രീയ ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തൃശ്ശൂർ കാരണമാവുന്നതിൻ്റെ ഒരു ഘടകമാവാം. ഒപ്പം തന്നെ പ്രധാനമന്ത്രി വരുന്നതോടുകൂടി മറ്റിടങ്ങളിൽ സഭകളുമായി നല്ല ബന്ധം പുലർത്തുക, അവരുമായി ഇനിയും നടക്കാൻ സാധ്യതയുള്ള ചർച്ചകൾ, ഇങ്ങനെയുള്ള വലിയ വലിയ സാധ്യതകൾ ഈ ദൗത്യത്തിന് മുന്നിലുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി ഹിന്ദി ഹൃദയഭൂമിയിലെ ദൗത്യം അല്ല ഇനി നരേന്ദ്രമോദിക്ക് നിർവഹിക്കാനുള്ളത്, അത് തെക്കൻ ഇന്ത്യയിലേക്കാണ്. ആ തെക്കൻ ഇന്ത്യയിലെ ഒരു തന്ത്രപ്രധാന ഇടമായി കേരളം മാറുന്നു. അങ്ങനെ അത് തന്നെയാണ് സൈത്ത് ഏറ്റവും പ്രധാനം. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനി വോട്ടർമാരുള്ള സ്ഥലമാണോ എന്നതിനേക്കാൾ പ്രധാനം BJPക്കുള്ള വോട്ടർ പ്ലസ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള സഭകളുള്ള സ്ഥലം എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ക്രിസ്ത്യൻ വോട്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ആ ക്രിസ്ത്യൻ വോട്ട് ലത്തീൻ വോട്ടുകളെ സ്വാധീനിക്കാൻ BJPക്ക് കഴിയുന്നതിന് BJPക്ക് പരിമിതിയുണ്ട്. ആ തരത്തിലേക്ക് കടന്നു കയറാൻ കഴിയില്ല. നിലവിൽ ഇപ്പോൾ മാത്രമല്ല, നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് തന്നെ വളരെ കൃത്യമായി തന്നെ സഭകളുമായി ഒരു പാലം പണിയുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് ബോധപൂർവം തന്നെ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലേക്കുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട സഭകളുടെ ഒക്കെ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മണിപ്പൂർ പോലൊരു വലിയ ക്രിസ്ത്യൻ വിഭാഗങ്ങളാകെ വൈകാരികമായി കണ്ട ഒരു വിഷയം നിൽക്കുന്ന സമയത്താണ് നരേന്ദ്രമോദി സഭാ നേതാക്കളുമായി ചർച്ച നടത്തുകയും അവരുമായി ചേർന്ന് നിൽക്കുകയും അവർക്കൊപ്പം നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. കിരൺ, ഞാൻ ഒരു കാര്യം ഇവിടെ വിട്ട് ചോദിക്കട്ടെ. അതായത് ഒരു പക്ഷേ ഈ കേരളത്തിൽ വന്ന് ക്രൈസ്തവ മത നേതാക്കളുമായി നടത്തുന്ന ആശയവിനിമയം അല്ലെ ആ സമൂഹവുമായി നടത്തുന്ന ഇടപെടൽ, ഇതുകൊണ്ട് ഒരു മുറിവെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് കേരളത്തിൽ ആണോ അതോ അതിനപ്പുറത്തേക്ക്? ഞാൻ ചിന്തിക്കുന്നത് മണിപ്പൂർ പോലെ BJPക്ക് അടുത്തിടെ ഏറ്റവും ക്ലേശകരമായ പഴി കേൾക്കേണ്ടി വന്ന ഒരു സ്ഥലത്തെ
മുറിവുണക്കാൻ കേരളത്തെ അവർ സാധ്യതയാക്കുന്നു എന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടി വരുമോ? സ്വാഭാവികമായ സഹിത്ത് നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഈ നോർത്ത് ഈസ്റ്റിൽ ഗോവ, കേരളം എന്ന് പറയുന്ന കുറച്ച് സ്ഥലങ്ങളിലല്ലാതെ മറ്റ് സ്ഥലങ്ങളിലൊന്നും ക്രിസ്ത്യൻ വോട്ട് ഒരു നിർണായകമായ ശക്തിയാകും അല്ലെങ്കിൽ വിജയത്തെ നിശ്ചയിക്കും. ക്രിസ്ത്യാനികൾ ഇല്ല എന്നല്ല, പക്ഷെ അതൊരു നിർണായക ശക്തിയായി അതെ, അത് പറയുമ്പോഴുണ്ട് ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട ഇടങ്ങളിലായാലും നമുക്കറിയാം. ഗ്രഹാം സെയിൽസ് പോലെയുള്ള പേരുകളൊക്കെ നമ്മൾ RSSനെതിരെ, സംഘപരിവാറിനെതിരെ നിരന്തരം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അല്ല, അവിടെയാണ് എനിക്ക് തോന്നുന്നു സഹിതം ഒരു വലിയ ഒരു പുറത്തുനിന്ന് നോക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം തോന്നാവുന്ന ഒരു കാര്യം. മലയാളിയെ സംബന്ധിച്ച് മലയാളികളുടെ തെരഞ്ഞെടുപ്പുകളെ പോലും ഇപ്പോൾ ഇറാഖ് കുവൈറ്റ് വാർ നടന്നപ്പോൾ അതിലെ നിലപാടുകൾ പോലും മലയാളിയുടെ വോട്ടിനെ ബാധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവിടെ ഗസയിൽ യുദ്ധം നടക്കുന്നു, അത് മലയാളിയുടെ വോട്ടിനെയൊക്കെ ബാധിക്കുന്നതാണ്. അന്തർദേശീയ തലത്തിലൊക്കെ ഉണ്ടാകുന്ന പല സംഭവങ്ങളും മലയാളികളെ ബാധിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള മലയാളികളുടെ ഇടയിലാണ് മണിപ്പൂരിൽ വലിയ കലാപവും വലിയ വിഷയങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് സാധാരണ ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ വിശ്വാസത്തെ അവിടുത്തെ പള്ളികൾ തകർക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. സർക്കാർ തന്നെ അവിടെ കാഴ്ചക്കാരായി നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ദൃശ്യങ്ങളടക്കം വരുന്നു, പട്ടാളക്കാരുടെയും പോലീസിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി വന്ന് ആക്രമണങ്ങളൊക്കെ നടത്തുന്ന ദൃശ്യങ്ങൾ വരുന്നു. അങ്ങനെ ഒരു സമയത്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സഭകളുടെയൊക്കെ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്കൊക്കെ പുറമേക്ക് ഞങ്ങൾ ആ വിഷയം കൂടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിൽക്കേണ്ടിയൊക്കെ വരുന്നത്. എങ്ങനെയാണോ പലപ്പോഴും സഭാ മേധാവികൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എപ്പോഴും അധികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ള, പ്രത്യേകിച്ച് ചില സഭകളുടെയൊക്കെ ആ തരത്തിലേക്ക് നിൽക്കാൻ കഴിയുന്ന ആ സ്വഭാവം കൂടി കണക്ക് എടുത്തുകൊണ്ട് എവിടെ നിന്നാലാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ അങ്ങനെ BJPയുമായി ഒരു ശത്രുതയിൽ ഇനി പോകേണ്ടതില്ല എന്നുള്ള, അല്ലെങ്കിൽ BJP അങ്ങനെ കടുത്ത BJP വിമർശനമൊന്നും ഈ സഭാ നേതാക്കളാരും തന്നെ കേരളത്തിൽ അങ്ങനെ ഉന്നയിക്കുന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ അവരുടെ വിശ്വാസം മാത്രം പോരാ. നേരത്തെ പറഞ്ഞ പോലെ ആ സഭാ നേതാക്കളെ ഒരു തരത്തിൽ മാനേജ് ചെയ്യാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് കേരളത്തിലെ എല്ലാ വീടുകളും ക്രൈസ്തവ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി സമ്മാനങ്ങൾ കൊടുക്കാൻ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ വരുന്നു. കേന്ദ്രത്തിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ വന്ന് ആ തരത്തിലേക്ക് ഞങ്ങൾ ക്രിസ്ത്യാനികളുമായി ചേർന്നാണ് നിൽക്കുന്നത് എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിപ്പോൾ മതപരിവർത്തന വിഷയമോ ഒന്നും പ്രധാനമായി വരുന്നില്ല. അവിടെയാണ് വളരെ മുമ്പ് തന്നെ ഈ ലവ് ജിഹാദ് വിഷയമൊക്കെ എടുത്തുകൊണ്ട് അത് ക്രിസ്ത്യാനികളും നേരിടുന്ന പ്രശ്നമാണ്, ഹിന്ദുക്കളും നേരിടുന്ന പ്രശ്നമാണ് എന്ന മട്ടിലേക്കൊക്കെ ഉള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. പ്രധാനപ്പെട്ട ചില സഭകളുടെ തലവന്മാർ തന്നെ ആ തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. അങ്ങനെ ലവ് ജിഹാദ് നടക്കുന്നുണ്ട്. സംഘടിതമായി മുസ്ലിം വിഭാഗം അവരെയൊക്കെ മതപരിവർത്തനം ചെയ്യാൻ, നമ്മുടെ രണ്ടുപേരുടെയും ശത്രുവാണ് മുസ്ലിം, അങ്ങനെ തരത്തിലുള്ള ആ തരത്തിലേക്കുള്ള ഒരു വളരെ കൃത്യമായി അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ BJPക്ക് അത് ഒരു പരിധിവരെയെങ്കിലും അങ്ങനെ ഒരു പുറമേക്കെങ്കിലും ആ നറേറ്റീവ് ഉണ്ടാക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് സാധാരണ വിശ്വാസികൾക്കിടയിൽ ഏതെല്ലാം തരത്തിലേക്ക് അവരെത്രത്തോളം ഇതിനെ വിശ്വസിക്കും എന്നൊക്കെ ഉള്ളത് കേരളമാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ പലപ്പോഴും BJP എടുത്ത വലിയ തന്ത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. മലയാളി ചിന്തിക്കുന്നത് എപ്പോഴും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഏത് തരത്തിലും മലയാളി ചിന്തിക്കാനൊക്കെ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. കിരൺ, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നമുക്ക് തെക്കൻ ഇന്ത്യയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. നമുക്ക് കേരളത്തിന് തൊട്ടടുത്തുള്ള തമിഴ്നാടിൻ്റെ സാഹചര്യം കൂടി ഒന്ന് പരിശോധിച്ച് വേഗത്തിൽ വരാം. അതായത് പ്രധാനമന്ത്രി നാളെ വരാൻ പോകുന്നത് തന്നെ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണ്. അദ്ദേഹം കേരളത്തിൽ സന്ദർശനം നടത്തുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. തമിഴ്നാട് BJPക്ക് ഒരു ബാലി കയറാ മലയായിരുന്നു, തർക്കമില്ല. പക്ഷേ ഇപ്പോൾ അവിടെ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അണ്ണാമലൈ എന്ന സംസ്ഥാന അധ്യക്ഷൻ വലിയ തരംഗമാവാനൊക്കെ അവിടെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ യേശുമോ? തമിഴ്നാടിൻ്റെ ഒരു പൊതു ട്രെൻഡ് എങ്ങനെയാണ്? സജിത്ത്, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിന് ആ തരത്തിലേക്കൊക്കെ മാറി നിൽക്കാനും ഒക്കെ കഴിഞ്ഞേക്കും. ചിലപ്പോൾ വീണ്ടും കേരളത്തിന് ഒരു പൊതു സ്വഭാവമൊക്കെ വെച്ച്. തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാടിന് രണ്ട് രീതികളാണ് പരമ്പരാഗതമായിട്ടുള്ളത്. ഒന്ന്, തമിഴ്നാടിൻ്റെ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധാര. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ദൈവമില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന പെരിയോറെയും ഒക്കെ ഇപ്പോഴും ആരാധിക്കുകയും അവർ ദൈവത്തിന് തുല്യം അവരെയൊക്കെ കാണുന്നത്. എന്നുവെച്ചാൽ ഏറ്റവും നിരീശ്വരവാദിയായിരുന്ന കരുണാനിധിക്ക് വേണ്ടി പ്രാർത്ഥന ഏറ്റവും കൂടുതൽ നടത്തിയവരൊക്കെയാണ്. ഇതിൽ കടുത്ത ഹിന്ദുമത ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങൾ ദ്രാവിഡരാണ്, ഞങ്ങൾ ആര്യ വംശത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്, ബ്രാഹ്മണിക്കൽ ഇതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്, ഹിന്ദിക്കെതിരായ പോരാട്ടമുണ്ട് എന്നൊക്കെ പറയുക മനുഷ്യരൊക്കെ ആണെങ്കിലും ഈ കടുത്ത വിശ്വാസത്തിൽ എങ്ങനെയാണോ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJPക്ക് ഒരു പരിധിവരെ കടന്നു കയറാനൊക്കെ കഴിഞ്ഞത്, അതുപോലെ തന്നെ BJP വലിയൊരു
സാധ്യത കാണുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴിഞ്ഞ തവണ 20,000 കോടി രൂപയോളം പദ്ധതികളാണ് തിരുച്ചിറപ്പള്ളിയിൽ പോയി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് വളരെ മുമ്പ് തന്നെ ഈ ചെങ്കോൽ എന്ന് പറയുന്നത് തന്നെ ചെങ്കോൽ തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോൽ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമൊക്കെ തമിഴ്നാട് ലക്ഷ്യം വെച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു ചെസ് ഒളിമ്പ്യാഡ് നടക്കുമ്പോൾ അത് തമിഴ്നാട്ടിൽ വെച്ച് നടത്തുന്നു. സംഭവിക്കുന്നതിനെല്ലാം ഒരു കാരണമുണ്ടാവും. ചൈനീസ് ഷീ ജിൻപിങ് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന മഹാബലിപുരത്ത് വെച്ചാണ്. അപ്പോൾ BJP അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവർ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ തമിഴ്നാടിനെ അവർ ഇപ്പോഴും സന്ദർശനം തമിഴ്നാട്ടിൽ നടത്തുന്നു. തമിഴ്നാടിനെ ഒരു വലിയ BJPയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന തമിഴന്റെ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു തോട് പൊളിച്ചാൽ അതിനപ്പുറത്തേക്ക് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ പരീക്ഷണശാലയാകാൻ കഴിയുമെന്ന് അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുമ്പൊക്കെ BJPക്കൊപ്പം നിന്നിട്ടുള്ള ആളാണ് കരുണാനിധി, BJPക്കൊപ്പം ഭരണം പങ്കാളിയായിട്ടുള്ള കേന്ദ്രത്തിൽ. പക്ഷേ ഇപ്പോൾ സ്റ്റാലിൻ വളരെ കൃത്യമായി തന്നെ സ്റ്റാലിൻ ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി കരുണാനിധി ഉള്ള കാലത്തതുപോലെ അവർക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തെ നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കടുത്ത BJP വിരുദ്ധതയിലേക്ക് അല്ലെങ്കിൽ BJPക്കെതിരായിട്ടുള്ള ഏത് സഖ്യത്തിനും തയ്യാറാവുന്നു. മറ്റു പാർട്ടികൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കാനും ആ തരത്തിലേക്ക് ഒരു മുന്നണിയുടെ ചാമ്പ്യനായി നിൽക്കാൻ സ്റ്റാലിൻ ശ്രമിക്കാനുള്ള കാരണം തന്നെ ആ ബേസ് അവിടെ തകർന്നു പോയി കഴിഞ്ഞാൽ അവിടേക്ക് BJPക്ക് കടന്നു കയറാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. BJP എങ്ങനെ മുൻകൂട്ടി തമിഴ് രാഷ്ട്രീയത്തെ കാണുന്നു എനിക്ക് തോന്നുന്നു, അതേപോലെ തന്നെ സ്റ്റാലിൻ അതിന്റെ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ കൂടി തയ്യാറാവുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയം സ്റ്റാലിനാണ് പ്രതിപക്ഷ ചേരിയിൽ കൂടുതൽ ശക്തമായ നിലപാടെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അല്ലേ? ഇന്ത്യ മുന്നണി ഒരു സാധ്യതയായി സ്റ്റാലിൻ കാണുന്നു. സ്റ്റാലിന് സാധാരണ ഇതിൽ തമിഴ്നാട് ചെയ്യുന്നത് കരുണാനിധിയൊക്കെ 2009 വരുമ്പോൾ വാജ്പേയി സർക്കാരിന്റെ ഭാഗമായിരുന്നു കരുണാനിധി. അതിനുശേഷം വന്ന 2 UPA സർക്കാരുകളിലും DMK ഭാഗമായിരുന്നു. തുടർച്ചയായി 15 വർഷം അവർ അധികാരത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ BJP ശ്രമിക്കുന്നത്, അന്നൊന്നും BJP അധികാരത്തിന്റെ ഭാഗമാകാൻ വേണ്ടി അധികാരം ഉപയോഗപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. BJP അവിടെ അണ്ണാമലയെ പോലെ ഒരു നേതാവിനെ കൊണ്ടുവന്ന ശേഷം അവിടെ ഈ തമിഴിന്റെ ഈ വിശ്വാസങ്ങളൊക്കെ ഒരു ഹിന്ദുത്വ ധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന് വലിയ തരത്തിൽ അന്ത്യമുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായി സ്റ്റാലിൻ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഭാഗമായി സനാതനധർമ്മ വിഷയമൊക്കെ ഉദയനിധി സ്റ്റാലിൻ ഉണ്ടാക്കുന്നതും അതും ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി വിളിച്ചു പറഞ്ഞതൊന്നുമല്ല. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ശക്തിയെ, അവരുടെ പഴയ മുതലുണ്ടായിരുന്ന തമിഴിന്റെ ശക്തിയെ നിലനിർത്തണം എന്ന് കരുതി ബോധപൂർവം തന്നെ പറയുന്നത് തന്നെയാണ് ഉദയനിധി സ്റ്റാലിനെ കൊണ്ട് ആ പ്രസ്താവന നടത്തുന്നതും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നിൽക്കുന്നതും അതിശക്തമായ രീതിയിലേക്ക് മോദിയെ വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും. യെസ്, എന്തായാലും നരേന്ദ്രമോദിയുടെ തെക്കൻ ദൗത്യമാണ് നമ്മൾ പരിശോധിച്ചത്. കേരളമല്ല, തമിഴ്നാടല്ല, തെക്കൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ BJP നീങ്ങുകയാണ്. ആ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കേരളത്തെ സംബന്ധിച്ച് ഇനി വരുന്ന 2 ദിവസങ്ങൾ അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ പരിപാടികളുണ്ട്, ചില സ്വകാര്യ സന്ദർശനങ്ങളുണ്ട്, അതിനുമപ്പുറം ചില വികസന പദ്ധതികളുടെ ഉദ്ഘാടനവുമുണ്ട്. കൃത്യമായ രാഷ്ട്രീയം BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ചുക്കാനേറ്റിരിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. എന്തായാലും ഈ തെക്കൻ കേരളത്തിൻ്റെ രാഷ്ട്രീയം ആണ് വിശദമായി ഞങ്ങൾ പരിശോധിച്ചത്. ഈ പ്രത്യേക ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി